മിസൈൽ രാജാക്കന്മാരായ ഇറാന്റെ രാജ്യത്ത് കടന്ന് അവരുടെ ഹമാസിന്റെ തലവനെ തീർത്ത മൊസാദിന്റെ പ്ലാൻ ആർക്കും ഊഹിക്കാൻ പോലും കഴിയാത്തതാണ്. എന്നാൽ ആ പ്ലാനും തകർക്കുമെന്നാണ് ഇറാന്റെ വെല്ലുവിളി. ഉചിത സമയത്ത് തിരിച്ചടി നൽകുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കലിയിളകുന്ന നേരത്തെല്ലാം ഇറാന്റെ ആണവ നിലയങ്ങൾ തകർക്കലാണ് മൊസാദിന്റെ പണി. അറബ് രാജ്യങ്ങൾ ഇറാന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നത് ആ യുദ്ധം വേണ്ട എന്നാണ്. അത് കേൾക്കാതെ എടുത്തുചാടി വെട്ടിലായിരിക്കുകയാണിപ്പോൾ ഇറാൻ. അറബ് രാഷ്ട്രങ്ങൾക്ക് ഇസ്രയേലിൽ നിന്ന് കിട്ടിയ അടിയുടെ ചൂട് ഓർമ്മയുണ്ട്. അറബ് രാഷ്ട്രങ്ങൾക്ക് പോലും ഇസ്രയേലിനോട് പഴയ ശത്രുത ഇല്ല എന്നാണ് പൊതുവെ ഇപ്പോഴുള്ള വിലയിരുത്തൽ. പക്ഷേ ഈ ഭൂലോകത്ത് നിന്ന് ജൂതരാഷ്ട്രത്തെ തുടച്ചു നീക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച രാജ്യമാണ് ഇറാൻ. അതോടെ ഇറാനെ തീർക്കുമെന്ന് മൊസാദും പ്രഖ്യാപിച്ചു. വലിയ വിലയാണ് ഇറാൻ അതിന് കൊടുക്കേണ്ടി വന്നത്. തങ്ങളുടെ കൊച്ചു രാജ്യത്തെ ഒരു മിസൈൽ പോലും വീഴാത്ത രീതിയിൽ സംരക്ഷിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ നിരന്തരം ഇറാന് പണി കൊടുക്കുന്നു. ഇനി ഹമാസിന് പകരം ഇറാൻ എന്ന ഷിയ രാഷ്ട്രവുമായുള്ള നേരിട്ടുള്ള യുദ്ധമാണ് കാണാൻ പോകുന്നത് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എന്നാൽ ഇറാൻ ഇസ്രയേലുമായി നേരിട്ടൊരു യുദ്ധത്തിൽ ഏർപ്പെടാൻ സാധ്യതയില്ല എന്നും പറയപ്പെടുന്നുണ്ട്. ഹനിയ വധത്തിനു പിന്നാലെ ഇസ്രയേലിനെ നേരിട്ട് ആക്രമിക്കാൻ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഉത്തരവിട്ടിരുന്നു. ബുധനാഴ്ച രാവിലെ ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ അടിയന്തര യോഗത്തിലാണ് ഖമേനി ആക്രമണത്തിന് ഉത്തരവിട്ടതെന്നും റിപ്പോർട്ടിൽ പറയപ്പെടുന്നു. എത്ര ശക്തമായി തിരിച്ചടിക്കുമെന്ന് വ്യക്തമല്ല. ടെല്ലവീവിനും ഹൈഫയ്ക്കും സമീപം ഡ്രോൺ മിസൈൽ സംയോജിത ആക്രമണമാണ് ഇറാൻ സൈനിക കമാൻഡർമാരുടെ പരിഗണനയിൽ ഉള്ളത് എന്നാണ് ഇറാൻ കമാൻഡർ പറയുന്നത്. പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞയ്ക്കെത്തിയ ഔദ്യോഗിക അതിഥിയെ സ്വന്തം തലസ്ഥാനത്ത് പോലും സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നതിന്റെ കുറ്റബോധവും രോഷവും ഇറാൻ ഭരണകൂടത്തിന്റെ പ്രതികരണങ്ങളിൽ ഉണ്ട് താനും. ഇതോടെ പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷവും സങ്കീർണവുമാകും. കഴിഞ്ഞ ഏപ്രിൽ സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലെ ഇറാൻ എംബസിയിലുണ്ടായിരുന്ന ഇറാന്റെ സൈനിക കമാൻഡർമാരെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് തിരിച്ചടിയായി ഇസ്രയേലിലേക്ക് ആദ്യമായി ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്തു. ഇതാകാം ഇറാൻ തലസ്ഥാനത്ത് വെച്ച് ഹമാസ് തലവനെ വധിക്കാൻ കാരണമായത് എന്ന് കരുതുന്നവരുമുണ്ട്. ഇസ്രയേലിന് തിരിച്ചടി നൽകേണ്ടത് ഇറാന്റെ അഭിമാന പ്രശ്നമായി മാറിയിരിക്കുന്നു. ഇസ്മയിൽ ഹനിയുടെ കൊലപാതകത്തിന് ശേഷം ജംഖരൻ പള്ളിയിൽ ഇറാൻ പ്രതികാരത്തിന്റെ ചെങ്കൊടി ഉയർത്തിയത് തിരിച്ചടിയുടെ സൂചനയാണ്. പക്ഷേ ഈ പ്രതികാരം പ്രതീക്ഷിച്ചു തന്നെയാണ് ഇസ്രയേൽ കഴിയുന്നതും. ഈച്ച പോലും അറിയാതെ ഏതു രാജ്യത്ത് കടന്നുകയറിയും തങ്ങളുടെ ശത്രുക്കളെ വകവരുത്താൻ ഇസ്രയേൽ ചാര സംഘടനകൾക്ക് അസാമാന്യമായ കഴിവാണുള്ളത്. പക്ഷേ ഇതൊന്നും ഗത്യന്തരമില്ലാതെ ചെയ്യുന്നതാണ് എന്നാണ് ഇസ്രയേൽ അനുഭാവികൾ പറയുന്നത്. ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ആയുധം താഴെ വെച്ചാൽ ഈ മേഖലയിൽ സമാധാനം വരും. പക്ഷേ ഇസ്രയേൽ ആയുധം താഴെ വെച്ചാൽ അത് തീരും. എത്ര ശക്തമായ സംവിധാനം ഉണ്ടെങ്കിലും അതൊന്നും പൂർണ്ണമല്ല എന്ന ഉറപ്പ് ഇസ്രയേലിനുമുണ്ട്. അതുകൊണ്ടാണ് അവർ അയൽക്കാരുമായി നല്ല നിലയിൽ പോവാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഹനിയുടെ തന്നെ സിദ്ധാന്തമനുസരിച്ച് അയാൾ മരണം കൊതിക്കുകയാണ്. നെതന്യാഹു ഇഹലോകത്തിലുള്ള ജീവിതത്തിൽ വിശ്വസിക്കുമ്പോൾ ഹനിയ അടക്കമുള്ളവർക്ക് മുഖ്യം പരലോക ജീവിതമാണ്. അതാണ് അവസാനിക്കാത്ത യുദ്ധത്തിന്റെ മനഃശാസ്ത്രവും.